കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സൺഷെയ്ഡ് തകർന്നു വീണ് 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കെട്ടിടത്തിന് പുറത്ത് വിശ്രമിക്കുകയായിരുന്ന ലോഡിംഗ് തൊഴിലാളികളുടെ ദേഹത്തേക്ക് സൺഷെയ്ഡ് തകർന്നു വീഴുകയായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 70 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. കെട്ടിടം അതീവ അപകടാവസ്ഥയിലാണെന്നും എത്രയും വേഗം ഒഴിയണമെന്നും കാട്ടി കോർപ്പറേഷൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് വിവരം. കെട്ടിടം അൺഫിറ്റായിരുന്നുവെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി വ്യക്തമാക്കുമ്പോൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നുവെന്നാണ് മേയർ ഒ സദാശിവന്റെ വാദം. സംഭവത്തിൽ കോർപ്പറേഷനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കെട്ടിടം പൊളിച്ചു നീക്കണം എന്ന നിർദ്ദേശം മേയറും ഉദ്യോഗസ്ഥരും അട്ടിമറിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിൽ കോൺഗ്രസും BJPയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നാണ് CPIMന്റെ വിമർശനം. തകർന്നു വീഴും മുമ്പേ പൊളിച്ചു നീക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? കാണാം RDX റാപ്പ്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കോഴിക്കോട് വലിയങ്ങാടിയിൽ അപകടമുണ്ടായത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. വിശ്രമിക്കുകയായിരുന്ന 5 തൊഴിലാളികൾ സ്ലാബിനടിയിൽ കുടുങ്ങി. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് സ്ലാബിനടിയിൽ നിന്ന് തൊഴിലാളികളെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ ഉടൻ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേർ മരിച്ചു. വൈകുന്നേരം 5:30 ചികിത്സയിലായിരുന്ന ഒരു തൊഴിലാളി കൂടി മരിച്ചത്. കിനാശ്ശേരി സ്വദേശി ജബ്ബാർ, അത്തോളി സ്വദേശികളായ അഷ്റഫ്, ബഷീർ, തിരുവങ്ങൂർ സ്വദേശി വിനോദ് എന്നിവരാണ് സ്ലാബ് തകർന്നു വീണ് മരിച്ചത്. അരി, ഗോതമ്പടക്കമുള്ള ധാന്യപ്പൊടികൾ സൂക്ഷിക്കുന്ന ഗോഡൌണാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തകർന്നു വീണ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെന്നും ഇത് മറികടന്നാണ് സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയതെന്നുമുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട്. പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടം എന്തിന് വാടകയ്ക്ക് നൽകിയെന്നും കൊല്ലപ്പെട്ട തൊഴിലാളികളുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അപകടത്തിൽ പ്രതിഷേധിച്ച് BJP കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കോർപ്പറേഷനുള്ളിൽ പ്രതിഷേധിച്ച വനിതകളടക്കമുള്ള BJP കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടായിരുന്നതായും ലൈസൻസ് കാലാവധി അവസാനിക്കാത്തതിനാലാണ് ഒഴിപ്പിക്കാതിരുന്നത് എന്നുമാണ് കോർപ്പറേഷൻ സെക്രട്ടറി KU ഹരീഷിന്റെ വിശദീകരണം. കാലപ്പകഞ്ഞ കെട്ടിടത്തിൽ ഈ കെട്ടിടമുണ്ട്. 2026 വരെയുള്ള ലൈസൻസ് അവർക്ക് ലൈവായിട്ട് അവിടെ ഉണ്ട്. പുതിയതിനാർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലൈസൻസ് തന്നെയാണ്. അവർ പുതിയതായിട്ടൊരു ബോർഡൊക്കെ വെച്ചു എന്നുള്ളൂ. പുതിയതായിട്ട് അനുവദിച്ചിട്ടില്ല. പുതിയതായിട്ട് അനുവദിച്ചിട്ടില്ല. 2024 കെട്ടിടം പൊളിച്ചുമാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SK അബൂബക്കർ പറഞ്ഞു. എന്തുകൊണ്ട് പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയെന്ന് മേയർ വ്യക്തമാക്കണമെന്നും SK അബൂബക്കർ പറഞ്ഞു. 2 വർഷങ്ങൾക്ക് മുൻപ് ഈ കെട്ടിടം പൊളിച്ചു നിൽക്കുന്നതിന് വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം തീരുമാനമെടുത്തിട്ട് പോലും ചില ആളുകൾക്ക് വേണ്ടി അവിടെ ലൈസൻസ് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് കച്ചവട സൗകര്യം അവിടെ നടത്താനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. ഇവിടെ എങ്ങനെയും പണം ഉണ്ടാക്കുന്ന കുറച്ച് ആളുകൾ ഇതിനകത്തിരിക്കുന്നു. ഈ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടത്തിൽ ഈ ലൈസൻസ് അനുവദിച്ച അധികാരികളെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളൊരു ആവശ്യം എന്ന് പറയുന്നത്. കോൺക്രീറ്റ് പാളി തകർന്നു വീണ് 3 പേർ മരിച്ചതിൽ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ച BJP കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ആ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുടെ പ്രതീകമായിട്ട് ആ 3 ജീവൻ പൊലിഞ്ഞതിലുള്ള ഖേദപ്രകടനമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ കരിങ്കൊടി മേയറുടെ ഡെസ്കിൽ വിരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ബഹുമാനപ്പെട്ട മേയറുടെയും സെക്രട്ടറിയും പേരിൽ കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വിഷയത്തിൽ കോൺഗ്രസും BJPയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് എന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വാർഡ് കൗൺസിലർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും M മെഹബൂബ് ആരോപിച്ചു. മരണം നടന്നിട്ട് ഉടനെ തന്നെ അതിനെ രാഷ്ട്രീയ സ്വഭാവത്തിൽ കാണുന്ന മുതലെടുപ്പ് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. കൗൺസിൽ യോഗത്തിലല്ലേ, കൗൺസിലറോട് ചോദിച്ചാൽ അറിയല്ലോ, അദ്ദേഹം പറയുമല്ലോ എന്താ സംഗതി, അദ്ദേഹത്തെ പോയി കാണുക. അതാണ് ഹർഷ. അതായത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിന് മേളിലേക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ദുരന്തം വന്ന് വീഴാണ്. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടുത്തെ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. മറ്റു തൊഴിലാളികൾ ആകപ്പാടെ അമ്പരപ്പിലാകുന്നു. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇതിൽ ഒരു പ്രശ്നം ഈ പല വിദേശത്തൊക്കെ ആണെങ്കിലും പല രാജ്യങ്ങളിലും നമ്മൾ പോയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, പഴയ കെട്ടിടങ്ങൾ അത് അവിടെയൊക്കെ ഇങ്ങനെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് വൃത്തിക്ക് പ്രവർത്തിക്കുന്ന ധാരാളം കെട്ടിടങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്ന പരുവത്തിലല്ല നിൽക്കുന്നത്. കാരണം എന്താണ്? അത് കൃത്യസമയത്ത് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തും. അതിൻ്റെ ഉത്തരവാദിത്വം അത് ആരുടെ കയ്യിലാണോ ആ കെട്ടിടമുള്ളത് അതിൻ്റെ ഉത്തരവാദിത്വം
അവർ നിർവഹിച്ചില്ലെങ്കിൽ അവിടുത്തെ നഗരസഭ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭരണകൂടം യഥാസമയം ഇടപെട്ട് അത് വൃത്തിക്ക് പരിപാലിക്കാനുള്ള നിർദ്ദേശം കൊടുക്കും. ആ നിലയ്ക്കാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിവിടെ എന്താണ്? ഇത് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ള കെട്ടിടമാണ്, അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടമാണ്. അവിടെ സാധാരണക്കാരായ തൊഴിലാളികളാണ് ഇന്നിപ്പോൾ മരിച്ചത്. അതായത് ഏറ്റവും സാധാരണക്കാരായവരെയാണ് ഒരു ദുരന്തം ആദ്യം ബാധിക്കുക എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണിത്. കാരണം ആ കെട്ടിടത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലുമായി ബാക്കി പലരും കടകളുമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ആ കടകൾ ഇടിഞ്ഞ് വീണിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഈ കടകൾക്ക് ആവശ്യമായ പ്രദേശത്ത് ആ കട ഉടമകൾ യഥാസമയം അതിൻ്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ ചെയ്ത് അങ്ങനെ സംരക്ഷിച്ചു പോകും. പാവപ്പെട്ട തൊഴിലാളികൾ പോയി ഇരിക്കുന്ന പ്രദേശത്ത് ആണ് ഈ കെട്ടിടം സ്ലാബ് ഇടിഞ്ഞ് താഴെ വീണിരിക്കുന്നത്. അവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ല. 70 വർഷം പഴക്കമായിട്ടുള്ള കെട്ടിടമാണെന്ന് പറയുന്നത്. സത്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ 70 വർഷമെന്നല്ല, കനോലി സാഹിബിൻ്റെ കാലത്ത് പണിത കെട്ടിടങ്ങൾ മുതൽ ഇപ്പോഴും അവശേഷിക്കുന്ന നഗരമാണത്. കേരളത്തിൽ ഇങ്ങനെ പല നഗരങ്ങളും ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ, മട്ടാഞ്ചേരി കൊച്ചി ഭാഗത്ത് പോയാൽ കാണാം, ആലപ്പുഴയിൽ പോയാൽ കാണാം. നിങ്ങളുടെ തലശ്ശേരി നഗരത്തിൽ ഏതാണ്ട് വലിയൊരളവ് കെട്ടിടങ്ങൾ ഇതുപോലെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള കെട്ടിടങ്ങളുണ്ട്. കോട്ടയം നഗരത്തിലുണ്ട്. ഇങ്ങനെ കുറേ നഗരങ്ങൾ, കൊല്ലത്തുണ്ട്. ഇങ്ങനെ കുറേ നഗരങ്ങളിൽ ഈ പഴയ കെട്ടിടങ്ങളുണ്ട്. ആ പഴമയും അതിൻ്റെ തനിമയും ഒക്കെ നിലനിർത്തി അത് സംരക്ഷിക്കണമെങ്കിൽ യഥാസമയത്ത് പ്രാദേശിക ഭരണകൂടങ്ങൾ ഇടപെടുകയും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യണം. അതിന് പറ്റില്ലെങ്കിൽ യഥാസമയം അത് പൊളിച്ചു മാറ്റിയിട്ട് വേറെ ഇതുപോലെ ആളുകളെ കുരുതിക്ക് കൊടുക്കാതെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കണം. പലപ്പോഴും ഇത് സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഇതിപ്പോൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ പോകുന്നു, പ്രത്യാരോപണങ്ങളിലേക്ക് കടക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്, പ്രാദേശിക ഭരണകൂടത്തിന് ഒരു പരിധിക്ക് അപ്പുറത്ത് ഇടപെട്ട് പൊളിക്കാവുന്ന സ്ഥിതി ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? അവിടെയും രാഷ്ട്രീയമാണ് ഇടപെടുക. പ്രാദേശികമായി ഇപ്പം നമ്മളിപ്പോൾ കല്ലുത്താൻകടവിലേക്ക് പാളയം മാർക്കറ്റ് മാറ്റിയപ്പോൾ കോഴിക്കോട് നടന്ന സംഭവം എന്താണ്? ഇപ്പോഴും പോയിട്ടില്ല. പാളയം മാർക്കറ്റിലുള്ളവർ അവിടെ തന്നെ ഇരിക്കാനാണ് കൂട്ടാക്കുന്നത്. പാളയം മാർക്കറ്റിൻ്റെ പഴമയും അതിൻ്റെ കാലപ്പഴക്കവും എല്ലാം കൊണ്ടും സൗകര്യക്കുറവ് കൊണ്ടുമാണ് കല്ലുത്താൻകടവിൽ വേറെ ഇത് പണിതത്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന വലിപ്പത്തിലുള്ള കടമുറികൾ കിട്ടില്ല. ഇങ്ങനെ ചെറിയ ചില പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ കാലങ്ങളായി തുടർന്ന് വന്നിരിക്കുന്ന ഒരു രീതിയും ആ പ്രദേശവുമായിട്ടുള്ള ഒരു അത് സിങ്കാവുമല്ലോ. ആ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ അടുപ്പിക്കുന്നതൊക്കെ കൊണ്ട് അവിടെ നിന്ന് പോകാൻ പലപ്പോഴും ഈ കടയുടമകൾ കൂട്ടാക്കില്ല. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പാളയത്ത് കോഴിക്കോട് ഇതിൻ്റെ ഉദാഹരണമുണ്ട്. ആ പ്രാദേശികമായി അവിടുത്തെ ജനങ്ങളും ഒപ്പം അങ്ങനെ ഒരു വലിയ ജനസമൂഹം അവിടെ പ്രതിഷേധിക്കുകയാണെങ്കിൽ അതിനൊപ്പം അപ്പം പാർട്ടി രാഷ്ട്രീയക്കാർ നിൽക്കും. ഇവിടെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞപ്പം വേറൊരു സാധ്യത കാണുന്നു. ആ നാട്ടിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നതേ ഉള്ളൂ, അടിസ്ഥാനപരമായി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇത്തരം കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ് ജനങ്ങൾ മരിക്കാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ കെട്ടിടങ്ങളുടെ ഉടമസ്ഥതയുള്ളവർക്ക് തന്നെയാണ്. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഈ 70 വർഷം പഴക്കമായ കെട്ടിടമാണ് ഇത് എന്നും ഇത് പൊളിച്ചു നീക്കേണ്ടതാണ് എന്നും 2024 റിപ്പോർട്ടുണ്ട്. അത് വാസ്തവമാണ്. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ പ്രശ്നം 2023 മുതൽ 26 വരെയാണ് അവിടെ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 26-ന് ശേഷം അത് പൊളിച്ചു നീക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 24-ൽ തന്നെ ഇത് പൊളിച്ചു നീക്കണം എന്ന് കണ്ടെത്തിയ കെട്ടിടമാണ്. അത് DPR ഇതിനെ പൊളിച്ചു നീക്കാനുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള DPR തയ്യാറാക്കുക അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. പ്രതിപക്ഷവും പറയുന്നത് അങ്ങനെയാണ്. എന്നിട്ടതൊരു പ്രത്യേക ഘട്ടത്തിൽ നിന്നുപോയി. ഒരു സംശയം വേണ്ട, അത് അവിടുത്തെ കട ഉടമകളുടെ നിർബന്ധം കൊണ്ടും 2026 കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കൊണ്ടും ഒക്കെ ആയിരിക്കാം അത് നിന്നു പോയിട്ടുണ്ടാവുക. പക്ഷേ പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് കണ്ടെത്തുന്ന നിമിഷം ഇനി മുതലെങ്കിലും ആ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും അതിൻ്റെ പരിസരത്ത് നിന്ന് ആളുകളെ മാറ്റുകയും വേണം. പക്ഷേ ഇവിടെ പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് കണ്ടെത്തി തൊട്ടു പിന്നാലെ എവിടെ പൊളിച്ചു നീക്കാനോ ആ കട ഒഴിപ്പിക്കാനോ ചെന്നിരുന്നെങ്കിൽ അത് നടക്കുമോ എന്നുള്ള കാര്യം രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല. അവിടെയും പിന്തുണയുണ്ടാകും അവർക്ക് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ മനുഷ്യൻ്റെ ജീവന് വലിയ വില കൽപ്പിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളത് അഹങ്കാരമായി അഭിമാനമായി നമ്മൾ നിരന്തരം പറയുന്ന കാര്യമാണ്. നമ്മളും ഈ ചർച്ചയിൽ അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ അടിയന്തരമായി നോക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ്? ഇത്തരം അപകടങ്ങളിലൂടെ ആളുകളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഒഴിവാക്കുക, റോഡ് അപകടങ്ങളിലൂടെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുക. അതും ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. നമ്മൾ വല്ലാതെ മുന്നോട്ട് കുതിക്കുന്നുണ്ടെങ്കിൽ ആ മട്ടിൽ കൂടി കാര്യങ്ങൾ നോക്കി കാണേണ്ടതുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ പരസ്പരം പഴിചാരിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഈ കാര്യത്തിൽ വളരെ പ്രോ ആക്റ്റീവായിട്ടുള്ള നടപടികളിലേക്ക് ഇനിയെങ്കിലും ഈ ബന്ധപ്പെട്ട പ്രാദേശിക ഭരണകൂടങ്ങൾ കടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത്ര തന്നെയുള്ളൂ. ഇതിനകത്ത് അല്ല, സമഗ്രമായിട്ട് വന്നു. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ സംസ്ഥാന സർക്കാരുകൾ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെയാണ്, ഇലക്ഷൻ കഴിഞ്ഞൊരു പുതിയ സർക്കാർ വരണം, LDFൻ്റെ UDFൻ്റെ ഒരു സർക്കാർ വരും. ആര് വന്നാലും ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ സമീപകാലത്തൊക്കെയുള്ള ഈ വാഗ്ദാന പ്രകടന പത്രികയോ അല്ല മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഇതിനകത്തേക്ക് ആരും ശ്രദ്ധ കൊടുക്കുന്നതായി കാണുന്നില്ല. ഹർഷൻ പറഞ്ഞതുപോലെ എല്ലാ നഗര കേന്ദ്രങ്ങളിലും
നഗരങ്ങളായിട്ട് മാറിയ ചെറിയ ചെറിയ പ്രദേശങ്ങളിലുമൊക്കെ ഈ പഴയ കാലം മുതലുള്ള കെട്ടിടങ്ങൾ അവിടെയുണ്ട്. അത് സൗകര്യമായതുകൊണ്ടും പലതരത്തിൽ അതിനോട് അറ്റാച്ച്ഡ് ആയതുകൊണ്ടും അത് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ താഴേക്ക് വീഴുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ആഘാതം അറിയുക. ഇപ്പം തന്നെ എന്തൊരു സങ്കടത്തിലേക്കാണ് ആ പ്രദേശമാകെ തന്നെ പോയത്. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇതുപോലെ തന്നെയായിരുന്നു, പൊളിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. പൊളിക്കണമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ അത് താഴെ വീണു, അത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താഴെ വീണു, ഭാഗ്യത്തിന് വലിയ അപകടം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരം കെട്ടിടങ്ങൾ ഹർഷൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഇതെല്ലാം പൊതുസ്ഥലങ്ങളിലാണ് ഉള്ളത് താനും. ഇപ്പം നമ്മൾ പാളയം മാർക്കറ്റ്, പാളയം ബസ് സ്റ്റാൻഡൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല, പക്ഷേ റെയിൽവേ സ്റ്റേഷൻ വഴി ഇങ്ങനെ പോകുമ്പോൾ എന്തൊരു തിരക്കാണ് അവിടെ. ഈ കെട്ടിടമൊക്കെ പാളയം ബസ് സ്റ്റാൻഡ് ഞാൻ പോകുന്ന കാലത്തൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഇനി വരുന്ന സർക്കാർ LDF ആണെങ്കിലും UDF ആണെങ്കിലും പ്രാഥമികമായ പരിഗണന കൊടുക്കുന്ന സംഗതികളിൽ ഒന്നായിട്ട് ഇത് കാണണം. അതായത് കേരളത്തിൻ്റെ നഗരങ്ങളിൽ ഏതാണ് പഴയ കെട്ടിടങ്ങൾ എന്ന് കണ്ടെത്തിയിട്ട് അതാത് ജില്ലാ ഭരണാധികാരികൾ അല്ലെങ്കിൽ പ്രദേശത്തെ ആളുകളെ അറിയിച്ചിട്ട് അവ കണ്ടെത്തിയിട്ട് അവിടുത്തെ പ്രദേശവാസികളുടെയും അതിനകത്ത് ജീവനോപാധി കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ജീവിതം അതിനകത്ത് നടത്താം, വല്ല കടകളോ മറ്റോ ആണെങ്കിൽ അങ്ങനെ നടത്തുന്ന ആളുകളുടെ എല്ലാം കൂട്ടായ്മ, അവരുടെ കൂട്ടായ തീരുമാനപ്രകാരം ബഹളമുണ്ടാക്കാതെ, പ്രശ്നമുണ്ടാക്കാതെ പരസ്പരം സമവായത്തിലായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതൊരു പൊതു ഫണ്ട് മുടക്കിയിട്ട് അവിടെ തന്നെ നല്ല രീതിയിൽ പണിയുകയും ശക്തിമത്താക്കുകയും ചെയ്യുക. ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത് സംരക്ഷിക്കുകയാണെങ്കിൽ അത് നല്ല നിലക്ക് സംരക്ഷിക്കുക. ഇത് താഴേക്ക് വരാത്ത വിധത്തിൽ നല്ല നിലക്ക് സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കണം. ഇത് ഒരു മിഷനായിട്ട് നമ്മുടെ പഴയ കെട്ടിടങ്ങൾ സംരക്ഷിക്കുക, പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിട്ട് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നത് ഈ മിഷനായിട്ട് ഇവിടെയും മറ്റൊരുപാട് കാര്യങ്ങൾ പറയുന്ന സർക്കാരുകൾ പറഞ്ഞു കേട്ടിട്ടില്ല. അത് അടുത്ത സർക്കാർ നിശ്ചയമായിട്ടും അവരുടെ ശ്രദ്ധയിൽ വെക്കേണ്ടുന്നൊരു കാര്യമായിട്ട് വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഈ ഒരു സംഭവം അവരുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്നാണ്. നമ്മൾ കോട്ടയത്തെ ആ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം കൂടെ ഓർത്തിട്ട് ഇതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക സംവിധാനവും മിഷനും ഈ സംസ്ഥാന സർക്കാർ പുതുതായിട്ട് വന്നാൽ ഉടനെ തന്നെ ആദ്യത്തെ ഒരു 3-4 മാസങ്ങൾക്കകത്തുള്ള ഒരു കർമ്മ പദ്ധതിക്കകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ട് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ട് ഒരു 2-ാമത്തോ 3-ാമത്തോ വർഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലെയും പഴയ കെട്ടിടങ്ങൾ പൊളിക്കുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്യണം എന്ന തീരുമാനമെടുക്കാൻ ഈ ദിവസം കാരണമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലൊരു സങ്കടകരമായ കാര്യം, ഇത്രയും 4 തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് ഈ മട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം കോഴിക്കോട് നഗരത്തിൽ ഇതിനു മുമ്പും പല കെട്ടിടങ്ങളും തകർന്നു വീണിട്ടുണ്ട്, ഇതുപോലെ പഴയ കെട്ടിടങ്ങൾ. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് ഓർമ്മയുള്ള കാര്യമാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സംരക്ഷണ ഭിത്തി വലിയ രീതിയിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതെല്ലാം ഈ ഇത്തരത്തിൽ കാലപ്പഴക്കത്തിൻ്റെതായ പ്രശ്നങ്ങൾ അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊന്നും മനുഷ്യൻ്റെ ജീവന് നഷ്ടമുണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് ആ സമയത്തൊന്നും അത് ചർച്ചയാവാതെ പോയത്. പക്ഷേ ഈ ഘട്ടത്തിലെങ്കിലും ഈ കാര്യത്തിൽ ഇനി ഉറച്ചൊരു നിലപാടെടുത്തുകൊണ്ട് ഇത്തരം കെട്ടിടങ്ങൾ പുതുക്കി പണിയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇടിയാൻ തയ്യാറായി നിൽക്കുന്ന മതിലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുതുക്കി പണിയാനുള്ള നടപടിയിലേക്ക് ഇവർ കടക്കുന്നത്. അതെ, നിശ്ചയമായിട്ടും. ചൂട് കാരണം മാറിയിരുന്ന് വിശ്രമിച്ചിരുന്ന് സന്തോഷത്തോടെ ഇരുന്ന തൊഴിലാളികളാണ് കോൺക്രീറ്റ് പാളി വീണ് മരിച്ചത് എന്ന വാർത്ത അത്യന്തം സങ്കടകരമാണ് എല്ലാവർക്കും. അപകടത്തിൽ മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എത്രയും വേഗം തന്നെ ധനസഹായം പ്രഖ്യാപിക്കണം. ഇന്നത്തെ അനുഭവം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒരു പാഠമാണ്. ഫിറ്റ്നസ് പോലും ഇല്ലാത്ത കെട്ടിടത്തിൽ വ്യാപാരം നടത്താൻ ലൈസൻസ് എങ്ങനെ അനുവദിച്ചു എന്നതിലും അന്വേഷണം വേണം. കോഴിക്കോട് ഇന്ന് അപകടത്തിൽപ്പെട്ട കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന നിർദ്ദേശം അട്ടിമറിക്കപ്പെട്ടുവെന്ന വാർത്തകളും ഗൗരവത്തോടെ തന്നെ കാണണം. ആരാണോ ഇത്തരം നിർദ്ദേശങ്ങൾ അട്ടിമറിച്ചത് അവരുടെ പേരിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുകയും വേണം. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും പൊളിച്ചു നീക്കാൻ കഴിയാത്ത കോർപ്പറേഷനും ഈ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. കാലപ്പഴക്കം കാരണം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ള ഒരുപാട് കെട്ടിടങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത്. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി ഒഴിപ്പിക്കാനും കൃത്യമായത് പൊളിച്ചു കളയാനും സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണകൂടങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇനിയും മടിക്കരുത്. പഴയ കെട്ടിടങ്ങൾ കൃത്യമായ ഇടവേളകളിൽ സ്ട്രക്ചറൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറാകണം. കെട്ടിടം അപകടകരമാണെന്ന് കണ്ടാൽ അത് പൊളിച്ചു നീക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ അധികൃതർ ഉടനടി തന്നെ തീരുമാനം എടുക്കേണ്ടതുമുണ്ട്. അടുത്ത വിഷയത്തിലേക്ക്